മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും പച്ച മീൻ വാങ്ങി കാണിച്ചു തരാം കേട്ടോ. കക്ക ഇറച്ചി, പിന്നെ ചെമ്മീൻ, പിന്നെ കൊഴുവ. ഇത്ര സാധനങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കക്കയിറച്ചി, കൊഴുവ, ചെമ്മീൻ, ഇത് മൂന്നുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തേക്കൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും എനിക്ക്. അപ്പോൾ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം, കറി വെക്കണം, കുറച്ചെടുത്ത് മാറ്റി വെക്കും. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കക്കയിറച്ചി അടുപ്പത്തിടുന്ന് വേകുന്നതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക് പൊടി, ഉണക്കമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കൂട്ടി തിരുമ്മിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടപ്പത്ത് വെച്ചിരിക്കുകയാണത്. ഇത് ഏകദേശം മുരിഞ്ഞു തുടങ്ങി. ഈ പിന്നെന്താ കൊഴുവക്കറി അടപ്പത്ത് വെച്ച്. പിന്നെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചെമ്മീൻ ഞാൻ എടുക്കുന്നില്ല. ചെമ്മീൻ കിള്ളി വെച്ചു, വെള്ളം ഒഴിച്ച് വെച്ചിട്ട്. കൊഴുവൻ കുറേ ഉണ്ടായിരുന്നത് കാരണം അപ്പോൾ അതും വെള്ളം ഒഴിച്ച് വെക്കണം ഫ്രിഡ്ജിലോട്ട്. ഇനി ഇതെല്ലാം റെഡിയാവണം, ചോറ് ശരിയാക്കണം. ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ എൻ്റെ മോൻ്റെ കൊച്ചിനെ ഓർത്ത് പോകും. അവൾക്ക് ഈ കക്കയിറച്ചിയും ചെമ്മീനും എന്നൊക്കെ പറഞ്ഞാൽ അവളുടെ ജീവനാണ്. അവർ പത്തനാപുരത്താണ്, ഇങ്ങോട്ടേക്ക് വന്നാലേ നമുക്ക് വല്ലതൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ അവളവിടെ പഠിക്കാൻ പോകുന്നുണ്ട് +2-ന്. അപ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. എന്നോട് വിളിച്ച് പറയുള്ളൂ തലേ ദിവസം കക്കയിറച്ചി വേണം, ചെമ്മീൻ വേണം അച്ഛമ്മേ എന്നൊക്കെ. ഞാനതെല്ലാം വാങ്ങി സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ കക്കയിറച്ചി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. പിന്നെ ഇനി ചോറ് റെഡിയാക്കാനുണ്ട്. ഞാനിതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കെട്ടട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. കക്കയിറച്ചിയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. കക്കയിറച്ചി വെന്ത് മുരിഞ്ഞ് കിട്ടി, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വേറെ ടിപ്പ് പറഞ്ഞു തരാൻ മറന്നുപോയി. ഇപ്പോൾ കൊഴുവയ്ക്ക് ഭയങ്കര നെയ്യല്ലേ, നമ്മളെടുത്ത് നമ്മൾ ഒരു വക ചക്കാരക്ക് പോലെ നമ്മുടെ കയ്യിലൊക്കെ പറ്റില്ലേ, ഒരു ടിപ്പ് പറഞ്ഞുതരാം. കടലാസുകൾ ചെറുതായിട്ട് കീറി അതിനകത്തേക്ക് ഇടുക, എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് സമയം തേക്കണം അതിട്ട്. അപ്പോൾ അതിലെല്ലാം പോയി കിട്ടും. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്ത് എന്നിട്ട് കിള്ളിയാൽ മതി. നന്നാക്കുന്നതിന് മുമ്പ് വേണം ഇത് ചെയ്യാനായിട്ട്, അപ്പോഴേ പെട്ടെന്ന് പോയി കിട്ടുള്ളൂ. ഇത് എനിക്കൊന്നും അറിയാൻ വേണ്ടായിരുന്നില്ല കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ നാത്തൂൻ പറഞ്ഞു തന്നൊരു വിദ്യയാണിത്. അതാണ് ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. ഉച്ചയ്ക്കത്തെ ചോറ് റെഡിയായി, മീൻകറി റെഡിയായി. ഇനി കുളിക്കണം, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. എല്ലാവരും കാണൽ മാത്രമേ ഉള്ളൂ, ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല.